ഹരിതം ടി വി ചാനലിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് വിചിന്തനം ചെയ്യുന്നത് കൊല്ലവർഷം 1202 ആണ്ട് പുതുവർഷ ഫലം. അത് വൃശ്ചികം രാശിക്കാരായിരിക്കുന്ന വിശാഖം, അനിഴം, കേട്ട എന്നീ നക്ഷത്രക്കാരുടെ ഫലമാണ് പറയുന്നത്. മലയാള വർഷ ഫലം എല്ലാവരും പ്രതീക്ഷിക്കുന്ന ഒരു കാര്യമാണ്. എല്ലാ പ്രേക്ഷകർക്കും സമ്പൽ സമൃദ്ധവും ഐശ്വര്യപൂർണവുമായ ഒരു പുതുവർഷ ആശംസ. വൃശ്ചികം രാശിക്കാരെ സംബന്ധിക്കുന്നിടത്തോളം ഏറ്റവും കൂടുതൽ ദൈവാധീനം വർദ്ധിച്ചിരിക്കുന്ന ഒരു സമയമാണ്. അതായത് ധനസ്ഥാനത്തിൻ്റെയും പ്രതിഭാസ്ഥാനത്തിൻ്റെയും അധിപനായിരിക്കുന്ന സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴം തൻ്റെ ഉച്ചരാശിയായ ആ കർക്കിടകം രാശിയിൽ നിൽക്കുന്നു എന്നുള്ളത് ഏറ്റവും പരമപ്രധാനമായ വിജയങ്ങൾ കൊണ്ടുത്തരുവാൻ വളരെ പവർഫുള്ളായിട്ട് നിൽക്കുന്നു. അത് തൊഴിൽ വിജയങ്ങളും ആരോഗ്യവും ദാമ്പത്യ ജീവിതത്തിലും സാമ്പത്തികമായ അഭിവൃദ്ധികളും കടങ്ങളൊക്കെ വീടുക, അങ്ങനെ നിരവധിയാണ് നേട്ടങ്ങൾ വന്നു ചേരുക ഈ ഒരു വർഷം ഈ രാശിക്കാർക്ക്. അവ ഓരോന്നോരോന്ന് നോക്കാം. ഏറ്റവും പ്രധാനം ആരോഗ്യമാണ്. അത് വ്യാഴത്തിൻ്റെ പൂർണ്ണമായ അനുഗ്രഹം ഉള്ളതിനാലും രാശിയുടെ അധിപനായിരിക്കുന്ന ആ ചൊവ്വാഗ്രഹം ഇഷ്ടഭാവങ്ങളിലൂടെയൊക്കെ സഞ്ചരിക്കുന്ന സമയം വരികയാണ്. അപ്പോൾ ആരോഗ്യപരമായ പ്രശ്നങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉള്ളവരാണ് എങ്കിൽ പോലും അത് ചികിത്സകളൊക്കെ ഫലിക്കുവാൻ വളരെ നല്ല ഒരു വർഷമാണ്. പിത്തസംബന്ധമായിട്ടോ കഫസംബന്ധമായിട്ടോ ഉദരസംബന്ധമായിട്ടോ ഒക്കെ ഉള്ള അസുഖങ്ങളൊക്കെ ഭേദമാകുന്നതിനൊക്കെ ഉള്ള യോഗം ഈ രാശിക്കാർക്ക് ഈ വർഷം വന്നു ചെയ്യും. ചിലപ്പോൾ ഒരു ഡോക്ടർ ചികിത്സിച്ചിട്ട് ഭേദമാകാത്തത് ഒരു വൈദ്യൻ ചികിത്സിച്ചിട്ട് ഭേദമാകുമെന്ന് കേട്ടിട്ടില്ലേ? അതുപോലെയൊക്കെ ഒന്ന് നോക്കുക, മാറ്റി ചിന്തിക്കുക. അപ്പോൾ തീർച്ചയായിട്ടും എത്ര മനോവിഷമത്തോടു കൂടിയുള്ള രോഗാവസ്ഥകളായാലും മാറുന്നതിനൊക്കെ യോഗമുണ്ട്. കൊച്ചുകുട്ടികൾക്കായാലും പ്രായമായവർക്കും അഭിവൃദ്ധികരമാണ്. അതുപോലെ വിദ്യാർത്ഥികളായിരിക്കുന്നവർക്ക് വിദ്യാ വിജയങ്ങൾ വന്നു ചേരും. സ്വന്തം നാട്ടിലും നാട് വിട്ടും ഒക്കെ വിദ്യ അഭ്യസിക്കുന്ന ആൾക്കാരുണ്ട്. ചെറിയ ചെറിയ ക്ലാസ് മുതൽ തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം, അതുപോലെ തന്നെ ജോലിക്കായിട്ടുള്ള PSC പോലെയുള്ള ടെസ്റ്റുകൾ, IELTS, MOH, OET പോലെയുള്ള പരീക്ഷകളൊക്കെ എഴുതിയാൽ പാസ്സാകുവാനൊക്കെ നല്ല ഭാഗ്യമുള്ള അവസരമാണ്. ഒരു കാര്യം ശ്രദ്ധിക്കുക, അലസത വിട്ട് പഠിക്കണം. പഠനത്തിനായിട്ട് അധിക സമയം മാറ്റി വെക്കുകയും വേണം. അപ്പോൾ കൂടുതൽ സ്കോർ കിട്ടിയാലല്ലേ പറ്റുകയുള്ളൂ. ജയിച്ചത് കൊണ്ട് തന്നെ കാര്യമില്ലല്ലോ. കൂടുതൽ സ്കോറിനായിട്ട് അങ്ങനെയുള്ള കഠിനമായ പ്രയത്നവും ആവശ്യമാണ്. അധിക സാഹസികമായ കാര്യങ്ങളിൽ ഏർപ്പെടുവാൻ പാടില്ല. കുടുംബത്ത് പൊതുവെ സന്തോഷകരമായിട്ട് സഹോദരങ്ങളോടൊത്തും മാതാപിതാക്കളോടൊത്തും അതുപോലെ തന്നെ ജീവിത പങ്കാളിയോടും മക്കളോടുമൊക്കെ ഒത്ത് സന്തോഷകരമായ കുടുംബജീവിതം നയിക്കുവാനായിട്ട് സാധിക്കും. അതിനുള്ള സമൃദ്ധി വന്നു ചെയ്യും. ദമ്പതികളായിട്ടുള്ളവർക്ക് വളരെ ഐശ്വര്യപൂർണമായ കാലം. ദാമ്പത്യ ഭാവത്തിൻ്റെ അധിപനും കാരകനും കൂടിയായിരിക്കുന്ന ശുക്രഗ്രഹം തൻ്റെ ഇഷ്ടഭാവങ്ങളിലൂടെയൊക്കെ സഞ്ചരിക്കുന്ന സന്ദർഭങ്ങൾ വരുന്നു. ദൈവാധീനങ്ങൾ ഉള്ളതിനാൽ ഉല്ലാസയാത്ര പോകുന്നതിനോ പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുന്നതിനോ മംഗളകാര്യങ്ങളിൽ പങ്കെടുക്കുവാനും പുതുമയുള്ള വസ്ത്രങ്ങളും ആഭരണങ്ങളും വന്നു ചേരുവാനും അതുപോലെ തന്നെ മറ്റ് ഗൃഹോപകരണങ്ങൾ വന്നു ചേരുവാനും ഒക്കെ യോഗവും ഭാഗ്യവും ഉണ്ട്. പിണങ്ങി നിൽക്കുന്ന ദമ്പതികളായാലും അവർക്ക് ഒരുമിച്ച് കൂടുന്നതിനും സന്തോഷകരമായിട്ട് മുൻപോട്ട് പോകുവാനും സാധിക്കും. അതിനുവേണ്ടി ശ്രമിക്കുക. ഏജ് ഓവറായിട്ട് നിൽക്കുന്ന യുവതി യുവാക്കൾക്ക് വിവാഹം നടന്നിട്ടില്ല എന്നുള്ള വിഷമത്തോടു കൂടി നിൽക്കുന്നവർക്ക് ഈ വർഷം വിവാഹം നടക്കുവാൻ യോഗമുണ്ട്. അതിനായിട്ട് ചില വിട്ടുവീഴ്ചകളിലൂടെയൊക്കെ ശ്രമിക്കുക. വിവാഹം നടക്കും. ദാമ്പത്യ ജീവിതം ഐശ്വര്യപൂർണ്ണമാകുകയും ചെയ്യും. തൊഴിൽപരമായ അഭിവൃദ്ധികളൊക്കെ വന്നു ചേരും. അതായത് ഏത് തൊഴിൽ ചെയ്യുന്നവർക്കും ആ തൊഴിൽ ഭാവം വളരെ പ്രബലമായിട്ട് വരും. തൊഴിൽ ഭാവത്തിൽ ഇപ്പോൾ നിൽക്കുന്നത് കേതുവാണ്. ആ കേതുവിൻ്റെ ബലം കുറഞ്ഞു വരികയാണ്. കൂടാതെ തൊഴിൽ ഭാവാധിപനായിരിക്കുന്ന ആദിത്യഗ്രഹം അത് പവർഫുള്ളായിട്ട് ഇഷ്ടഭാവങ്ങളിലൂടെ സഞ്ചരിക്കുന്ന സമയം, അത് വിദ്യയുടെ കാരകനായിരിക്കുന്ന ബുധനോട് യോഗം ചെയ്തൊക്കെ സഞ്ചരിക്കുമ്പോൾ ആ കാലം വരുന്നു. അത് നിപുണയോഗമാണ്. ഹംസയോഗം, നിപുണയോഗം, അതുപോലെ തന്നെ മറ്റ് പഞ്ചമഹാപുരുഷ യോഗങ്ങൾ ഒക്കെ ഏതാനും ദിവസങ്ങളും അല്ലെങ്കിൽ ഏതാനും മാസങ്ങളുമൊക്കെ എങ്കിലും ഈ വർഷം ഈ വൃശ്ചികം രാശിക്കാർക്ക് വന്നു ചെയ്യും. അത് അവസരങ്ങൾ വേണ്ട രീതിയിൽ വിനിയോഗിച്ചാൽ തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം പൂർത്തിയാകുന്നതിനും പുതിയ തൊഴിൽ ലഭിക്കുന്നതിനും
തൊഴിൽ നഷ്ടപ്പെട്ട് നിൽക്കുന്നവർക്ക് പുതിയ തൊഴിൽ ലഭിക്കുന്നതിനും IT മേഖലകളിലായാലും മെഡിക്കൽ രംഗത്തായാലും മറ്റ് ഒരു വാഹന സംബന്ധമായ ജോലികളോ ഗവൺമെൻറ് ജോലികളോ അത് അധ്യാപകരായാലും മറ്റ് സർക്കാർ ജീവനക്കാർ, പോലീസ് ഓഫീസേഴ്സ്, അതുപോലെ തന്നെയാണ് മറ്റ് മിലിറ്ററിക്കാർ, ഇലക്ട്രിക്കൽ വർക്കുകൾ ചെയ്യുന്നവർ, വാഹനം കൈകാര്യം ചെയ്യുന്ന ഡ്രൈവർമാർ, മെക്കാനിക്കുകൾ, അതുപോലെ തന്നെ ഒരു ഓട്ടോറിക്ഷ ഓടിക്കുന്ന തൊഴിലാളിയായാലും ഒരു ഹോം നേഴ്സായിട്ട് ജോലി ചെയ്യുന്നവർക്കായാലും അഭിവൃദ്ധികൾ വന്നിട്ടുണ്ട്. എക്സ്പോർട്ടിംഗ്, ഇമ്പോർട്ടിംഗ് പോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നവർക്കും അഭിവൃദ്ധികരമായ ഒരു വർഷമാണ്. അപ്രതീക്ഷിതമായ ധനാഗമന യോഗം ഉണ്ടാകും. ഷെയർ മാർക്കറ്റിംഗ് അതൊക്കെ നല്ലതാണ്. വിദേശ ജോലിയിൽ പ്രൊമോഷൻ കിട്ടുവാൻ യോഗമുണ്ട്. വിദേശത്ത് പോകുവാൻ യോഗമുണ്ട്. കൃഷി കാര്യങ്ങൾ ചെയ്യുന്നവർക്കും അഭിമാനകരമായ രീതിയിൽ നേട്ടങ്ങൾ ഉണ്ടാകും. വന്നു ചേരുന്ന ധനം വേണ്ട രീതിയിൽ വിനിയോഗിക്കുക. മറ്റ് ആർക്കും കടം കൊടുക്കാൻ പാടില്ല. കടം കൊടുത്താൽ അത് കിട്ടുകയില്ല. അതുപോലെ തന്നെ കടം മേടിക്കുന്നതും വളരെ ശ്രദ്ധിക്കുക. വലിയ കുരുക്കുകളിലൊന്നും ചെന്ന് പെടാതെ ശ്രദ്ധിക്കണം. കരാറുടമ്പടിയിൽ ഒപ്പുവയ്ക്കുന്നതും അതുപോലെ തന്നെ ജാമ്യം നിൽക്കുന്നതും പാടില്ല. അത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. ഏറ്റവും പ്രധാനമായിട്ട് ദേവീക്ഷേത്ര ദർശനം നടത്തി പ്രാർത്ഥിക്കുക. സർവ്വ ഐശ്വര്യങ്ങളും വന്നിച്ചേരും. ഞാൻ ഹരികുമാർ, ദേവി ജ്യോതിഷാലയം, കാവുംപടി, മണർകാട്, കോട്ടയം. ഈ ചാനൽ ഫോളോ ചെയ്ത് പൂർണ്ണ വിവരങ്ങൾ അറിയാവുന്നതാണ്. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്ത് എന്നെ പ്രോത്സാഹിപ്പിക്കണം എന്നുകൂടി അഭ്യർത്ഥിക്കുന്നു. വ്യക്തിപരമായ കാര്യങ്ങൾ ഗ്രഹനില നോക്കുന്നതിനോ തൊഴിൽപരമായ തടസ്സങ്ങൾ നോക്കുന്നതിനും വിവാഹ തടസ്സം നോക്കുന്നതിനും വിദ്യാ തടസ്സം എന്താണെന്ന് അറിയുന്നതിനുമൊക്കെ ഗ്രഹനില നോക്കുന്നതിനും കബഡിയാൾ നോക്കുന്നതിനും നേരിട്ട് വരികയോ ഫോൺ വിളിച്ച് ചോദിക്കുന്നതിനും അവസരമുണ്ട്. എല്ലാവർക്കും നന്മ വരുവാനായിട്ട് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പ്രശ്നം എന്തുമാകട്ടെ അത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. പേര് നക്ഷത്രവും കൂടി ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം.